ശ്രീ അരുൺകുമാർ, ആദ്യം CPM-ന്റെ 4 MP-മാർ മധുരയിലെ പാർട്ടി കോൺഗ്രസിന് പോകാനായിരുന്നു തീരുമാനിച്ചത്. പോകാൻ തീരുമാനിക്കുക മാത്രമല്ല പോവുകയാണ് ഉണ്ടായത്. പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞത് പലരെയും വലിയ തോതിൽ സർപ്രൈസ് ചെയ്യിച്ചു. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് NIA നിയമ ഭേദഗതിയിൽ മുസ്ലിം ലീഗ് അംഗം വിമാനം വൈകിയതുകൊണ്ട് എത്തിയില്ല എന്നുള്ളതിനെ 4-5 കൊല്ലം ചർച്ചയാക്കി കത്തിച്ച് നിർത്തിയ പാർട്ടിയാണ് താങ്കളുടേത്. അപ്പോൾ MP-മാർക്ക് സ്വമേധയാ എന്താണത് തോന്നാത്തതെന്ന് അറിയില്ല. എന്തായാലും ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പ്രകാശ് കാരാട്ട് വ്യക്തത വരുത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ 4 MP-മാരും സഭയിൽ ഉണ്ടാകും, ഈ വഖഫ് നിയമത്തിനെതിരെ വോട്ട് ചെയ്യും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സുപ്രധാന നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിലൊക്കെ അത്രയും കൺഫ്യൂഷന്റെ ആവശ്യമുണ്ടോ? ഇല്ല, പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഏറ്റവും വലിയ നയരൂപീകരണ സമിതിയാണല്ലോ. അതിൽ പ്രതിനിധികളായിട്ടുള്ള സഖാക്കൾ പ്രത്യേകിച്ച് അതിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് മധുരയിൽ വെച്ച് നടക്കുന്ന സമ്മേളനം തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് 2 MP-മാർ ഉള്ളത്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് തന്നെ ഇതിൻ്റെ കരട് അവതരിപ്പിക്കും എന്നുള്ള തീരുമാനം വന്നത് വളരെ വൈകിയാണ്. എന്തായാലും പാർട്ടിയുടെ തീരുമാനം എല്ലാ MP-മാരും പാർലമെന്റിൽ പങ്കെടുക്കണമെന്നും അതിശക്തമായിട്ട് ഈ ബില്ലിനെ എതിർക്കണം എന്ന് തന്നെയാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ യോഗം കുറച്ച് സമയം മുമ്പ് പൂർത്തീകരിച്ചു. ആ യോഗത്തിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഈ ബില്ലിൻ്റെ വ്യവസ്ഥകൾക്കെതിരെ നിലകൊള്ളണം എന്ന് തന്നെ തീരുമാനിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ ഈ ചർച്ച തുടങ്ങിയത് തന്നെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആ ഒരു പുരോഹിതനാണ്. അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാൻ ഉള്ള ഒരു ചോദ്യം, ഏതെങ്കിലും തരത്തിൽ ഈ കത്തോലിക്ക സഭയ്ക്ക് കേരളത്തിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്, കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്. ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും മറ്റു മതത്തിൽപ്പെട്ട ഒരു പ്രതിനിധിയെ, മറ്റു മതവിശ്വാസിയെ അതിലേക്ക് ഗവൺമെൻറ് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചാൽ എന്തായിരിക്കും താങ്കളുടെ പ്രതികരണം എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നുണ്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും കത്തോലിക്ക സഭയ്ക്ക് ഏതെങ്കിലും സ്വത്ത് തരണം, ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും സംഭാവന തരണം എന്ന് വിചാരിച്ചാൽ ഇത്ര വർഷം കത്തോലിക്ക സഭയുടെ വിശ്വാസിയായിരുന്നാൽ മാത്രമേ ആ സ്വത്ത് അങ്ങേക്ക് തരാൻ അല്ലെങ്കിൽ സഭയ്ക്ക് തരാൻ കഴിയൂ എന്നൊരു നിബന്ധന ഗവൺമെൻറ് അടിച്ചേൽപ്പിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഈ 2 കാര്യങ്ങളിൽ ഒന്ന് മറുപടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഏതായാലും ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം സ്വതന്ത്രമായിട്ടുള്ള നിലപാടെടുക്കാം. ഏതെങ്കിലും ഒരു സഭയോ അല്ലെങ്കിൽ മതസംഘടനകളോ സാമുദായിക സംഘടനകളോ ഇന്ന നിലപാടെടുക്കണം എന്ന് ജനാധിപത്യത്തിൽ നിഷ്കർഷിക്കുന്ന, അതിനു വേണ്ടിയിട്ട് എഡിറ്റോറിയൽ എഴുതുന്ന രീതിയൊന്നും ജനാധിപത്യത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഏതായാലും ഇവിടെ മുനമ്പം പ്രോപ്പർട്ടിയുടെ അവിടുത്തെ വിഷയത്തിന്റെ സാഹചര്യത്തിൽ ഇന്ന നിലപാടെടുക്കണം എന്നതാണ് പലരും പറയുന്നത്. മുനമ്പത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇപ്പോൾ സിവിൽ തർക്കങ്ങൾ, ഇവിടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് എല്ലാ തരത്തിലുള്ള നിയമമുള്ള നാടാണ് നമ്മുടെ രാജ്യം. പക്ഷേ അത്തരത്തിൽ നിയമപരമായി ഭൂമി കൈമാറ്റം ചെയ്താലും എത്രയോ തർക്കങ്ങൾ കോടതിയിൽ വരുന്നു, എത്രയോ കേസുകൾ നിലനിൽക്കുന്നു. മുനമ്പം സാഹചര്യം അത് കൃത്യമായി ട്രൈബ്യൂണലിൽ ഇപ്പോൾ പെൻഡിംഗ് ആണ്. ആ ട്രൈബ്യൂണലിന്റെ വിധിക്ക് വിധേയമായി കൃത്യമായിട്ട് പരിഹരിക്കണം. പക്ഷേ ഇപ്പോൾ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് റൂളുകൾ നിർമ്മിക്കാനും അധികാരം, നിയമപ്രകാരമുള്ള അധികാരങ്ങളെ കവർന്നെടുക്കുന്ന തരത്തിലുള്ള ഈ ഭേദഗതി ശരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25-ഉം 26-നും കൃത്യമായിട്ട് എതിരാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ സ്വരങ്ങളെ ഇല്ലാതാക്കാൻ, പ്രത്യേകിച്ച് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് എതിർക്കേണ്ടത്. അതേപോലെ തന്നെ മാർട്ടിൻ നിയോ മുള്ളറുടെ ഒരു കവിത ഉണ്ടല്ലോ, ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല. പിന്നെ അവർ തൊഴിലാളികളെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു തൊഴിലാളിയല്ല. പിന്നെ അവർ ജൂതരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു ജൂതനല്ല. അവസാനം എന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന മാർട്ടിൻ നിയോ മുള്ളറുടെ കവിത കൂടി ഈ ബില്ലിനെ എതിർക്കാൻ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഇരിക്കുന്നവർ ഒന്ന് വായിച്ചു നോക്കണം. കാരണം പ്രതിഷേധത്തിന്റെ എല്ലാ സ്വരങ്ങളെയും ഇല്ലാതാക്കി ഈ രാജ്യത്തെ ഒരു മതം മാത്രമുള്ള ഒരു ഏകധ്രുവ രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഒരു കടമ്പയാണ് ഇത് എന്നുകൂടി നാം തിരിച്ചറിയേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതാണ് പറയാനുള്ളത്. ശരി, ഓക്കെ.